മറ്റൊരു വാർത്തയിലേക്കാണ്. നിലമ്പൂരിൽ കുട്ടിയുടെ മാല മോഷ്ടിച്ചു വിഴുങ്ങിയ സംഭവത്തിൽ പ്രതി സമീനയെ റിമാൻഡ് ചെയ്തു. വനിതാ പോലീസുകാരെ കബളിപ്പിച്ച് പ്രതി മാല കക്കൂസിലേക്ക് ഒഴുക്കിക്കളയുകയായിരുന്നു. ഇതോടെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പ്രതിയെ റിമാൻഡ് ചെയ്തു. അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. അരുൺ, ഈ മാല ഇങ്ങനെ ശൗചാലയത്തിൽ ഒഴുക്കിക്കളയുകയാണോ? എന്താണ് സംഭവിച്ചത്? സന്ധ്യ, ആകെ ഒരു തൊണ്ടി മുതലിനായി പോലീസ് ആകെ ഒരു വലഞ്ഞ സംഭവം കൂടിയാണ് നമ്മൾ കണ്ടത്. അതായത് ഈ പ്രതി സമീനയെ മോഷണത്തിന് പുറമെ പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനു കൂടി ഇപ്പോൾ മഞ്ചേരിയിലെ സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതായത് കഴിഞ്ഞ ഫെബ്രുവരി 10-നാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. ഒരു ക്ലിനിക്കിൽ വെച്ച് കുട്ടിയുടെ മാല പ്രതി വിഴുങ്ങുകയായിരുന്നു. അങ്ങനെ ഒരു 4 ദിവസത്തോളം നീണ്ട പോലീസിന്റെ കാത്തിരിപ്പായിരുന്നു ഇത്തരത്തിലൊരു തൊണ്ടി മുതലിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോലീസും കാവലിരിക്കുക. ഇതിനിടെയാണ് ശുചിമുറിയിലെത്തി ഇത്തരത്തിൽ മാല പുറത്തു വരുന്നത്. പുറത്തു വന്ന മാല ക്ലോസറ്റിലേക്ക് ഒഴുക്കി കളയുകയായിരുന്നു. അത് പോലീസിന് കബളിപ്പിച്ചതായി പോലീസിന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു പോലീസിന്റെ കൃത്യനിർവഹണം കൂടി തടസ്സപ്പെടുത്തിയതിന് ഒരു വകുപ്പ് കൂടി ചേർത്ത് എന്തായാലും ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആകെ ഒരു തൊണ്ടി മുതലിനെ ചുറ്റി ഒരു നാടകീയ നിറഞ്ഞ സംഭവങ്ങൾ കൂടിയായിരുന്നു. വിചിത്രമായ ഒരു മോഷണത്തിന്റെ കഥ കൂടിയാണ് എന്തായാലും നിലമ്പൂരിൽ കണ്ടത്. എന്തായാലും പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. സന്ധ്യ. ശരി, അരുൺ അമൃതനാഥാണ് മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.